ഇന്ത്യയിൽ ഒരു നടന് കിട്ടാവുന്ന ഏറ്റവും വലിയ പുരസ്കാരമായ ഭാരത് അവാർഡ് ഒരിക്കൽ നേടിയ ബാലങ്കീർ നായർക്ക് നമ്മുടെ നാട്ടിലെ ഈ സംഘടന മൺമറഞ്ഞു പോയ ഞങ്ങളുടെ സാഹിത്യ ലോകത്തിൽ വ്യാപരിക്കുന്ന ഞങ്ങളുടെയൊക്കെ ആചാര്യനായിരുന്ന ഗുരുവായിരുന്ന വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പേരിൽ ഇങ്ങനൊരു ഉപഹാരം സമർപ്പിക്കാൻ സാധിച്ചത് ഏറ്റവും വലിയ സന്തോഷമായി ഞാൻ അനുഭവിക്കുന്നു. ഞാൻ എൻ്റെ മനസ്സിലുള്ള ആരാധന, എൻ്റെ ബഹുമാനം രേഖപ്പെടുത്തുകമാക്കുകയും ചെയ്യുന്നു. വഴി എൻ്റെ കവിതയിലൂടെ ബഷീറിൻ്റെ ഒരു ചിത്രം നിങ്ങളുടെ മുമ്പിലേക്ക് ഇപ്പോൾ അവതരിപ്പിക്കുകയുണ്ടായി. ആ കാലത്ത് ഞാൻ എഴുതിയ ഒരു വാചകം മാത്രം ഞാൻ പറയുന്നു. കഥകൾ പറഞ്ഞ് വലിയ ഒരു കഥയായി മാറിയ കേരളത്തിലെ ഒരാൾ എന്ന ബഷീറിനെ പറ്റി അന്ന് ഞാനൊരു വാചകം എഴുതുകയുണ്ടായി. ഏറ്റവും വലിയ ഒരു കഥ ബഷീർ തന്നെയായിരുന്നു. അതിൻ്റെ സൂചനകൾ ഈ കവിതയിലുണ്ട്. കലാസിയായി, ദേശാടകനായും, സൂഫിയായും കേരളത്തിൻ്റെ പുറത്ത്, ഇന്ത്യയുടെ പുറത്ത് പലയിടത്ത് തുഴയും അതിവിചിത്രങ്ങളായ ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോവുകയും എന്നിട്ട് അതിസാധാരണമെന്ന് തോന്നുന്ന സംഭവങ്ങളിൽ നിന്ന് അസാധാരണമായ ജീവിത ദർശനങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്ത് ബഷീർ നമ്മെ തീർത്തും കീഴടക്കുക. വരുംകാല തലമുറകൾക്കെല്ലാം വേണ്ടി അദ്ദേഹത്തിൻ്റെ സ്മാരകങ്ങളായി അനേകം കൃതികൾ നിലനിൽക്കുന്നു. ബഷീറിനെ അനുസ്മരിച്ചുകൊണ്ട് പ്രൊഫസർ അരവിന്ദാക്ഷൻ സംസാരിക്കുന്നു. അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. ഇനി ഗുരുതുല്യനായ ബഷീറിൻ്റെ സ്മരണയ്ക്ക് മുമ്പ് നമസ്കാരം നമുക്ക് ഇന്നിവിടെ ബാലങ്കീർ നായർ നമ്മൾ ആഘോഷിക്കുന്നു. ബാലൻ നാടകത്തിലൂടെ കടന്നു വരികയും സിനിമയിലേക്ക് പ്രവേശിക്കുകയും മലയാളത്തിൽ മാത്രമല്ല പുറം ഭാഷകളിലെയും ചില സിനിമകളിൽ അഭിനയിക്കുകയും ഒക്കെ ചെയ്തു. ഇന്ത്യയിൽ ഒരു നടന്നു കിട്ടാവുന്ന ഏറ്റവും വലിയ ബഹുമതിയും നേടി എന്നുള്ളതിലപ്പുറം ബാലങ്കീർ നായർ ദശാബ്ദങ്ങളായി എനിക്കറിയുന്ന ബാലങ്കീർ നായർ കോഴിക്കോട്ടെ എല്ലാ സാംസ്കാരിക പ്രവർത്തനങ്ങളുടെയും പിന്നിൽ ഒരു അദൃശ്യ ശക്തിയായി നിലനിന്നിരുന്ന ആൾ. അന്നവിടെ മൺമറഞ്ഞു പോയ അരവിന്ദനും ഇപ്പോൾ നമ്മളുടെ കൂടെയുള്ള ഇപ്പോഴും പരേതനായ വട്ടത്തുള്ളവരനായരും എല്ലാം വൈകുന്നേരം എത്തിച്ചേരുന്ന, ഈ ഞാനും അടക്കം എത്തിച്ചേരുന്ന സദസ്സുകളിലൊക്കെ ബാലങ്കീർ നായർ ഉണ്ടാകാം. അന്നവിടെ അടുത്ത് രൂപപ്പെടുത്താൻ പോകുന്ന ചലച്ചിത്രത്തെ പറ്റിയോ എഴുതാൻ പോകുന്ന കൃതികളെ പറ്റിയോ അല്ലെങ്കിൽ സംവിധാനം ചെയ്ത് അവതരിപ്പിക്കേണ്ടതാണെന്ന് തോന്നുന്ന നാടകങ്ങളെ പറ്റിയോ ഒക്കെയുള്ള വളരെ സ്വകാര്യ ചർച്ചകൾ വളരെ ആത്മാർപ്പണത്തോടു കൂടിയിട്ട് പ്രതിബദ്ധതയോടുകൂടിയുള്ള ചർച്ചകൾ നടക്കുമ്പോൾ ഇതെല്ലാം സജീവമായി പങ്കെടുത്തിരുന്ന പക്ഷത്തിൽ ഞാൻ സംസാരിക്കുന്നത് കേട്ടിട്ടില്ല. ഇന്ന് എനിക്കിവിടെ ദോഷം തോന്നുന്നില്ല. കാരണം എൻ്റെ മുമ്പിൽ വിദ്യാർത്ഥികളാണ്. അന്നവിടെ രോഷം തോന്നാനുള്ള കാരണം ഈ പൊതുജനത്തിൻ്റെ പ്രതിനിധികൾ എന്ന് പറഞ്ഞു വന്നിരിക്കുന്നവരാണ്. ഈ പൊതുജനം എന്ന് പറയുന്നത് സമുദായമല്ല, ആൾക്കൂട്ടമാണ്. ഈ ആൾക്കൂട്ടമാണ്
ഈ വണ്ടിയിലൂടെ സിനിമാ നടൻ സഞ്ചരിക്കുമ്പോൾ ഒന്ന് കാണാനും ഒന്ന് തൊടാനും ഒന്ന് തോണ്ടാനും ഒക്കെ നടക്കുന്നത് ഈ ആൾക്കൂട്ടത്തിൻ്റെ ഭാഗമാണ്. അതാത് സമയത്ത് വെളിച്ചത്തിൽ നിൽക്കുമ്പോൾ ഇയാളെ കണ്ടു, ഇയാളെ തൊട്ടു, വേണ്ടി വലിഞ്ഞു നോക്കി തിക്കിത്തിരക്കി കയറി എന്നുള്ളത് ഒരു അഭിമാനമായിട്ട് ഈ ആൾക്കൂട്ടം കൊണ്ടുവന്നത്. സമുദായത്തിന് അതിൻ്റെതായ ചില നിയമങ്ങളുണ്ട്. സമുദായത്തിന് സ്നേഹം, കടപ്പാട്, ഇതൊക്കെയുണ്ട്. ആൾക്കൂട്ടത്തിന് ഇതൊന്നുമില്ല. പൗരുഷത്തിന്റെ പ്രതീകം എന്നൊക്കെ ഇവിടെ വിശേഷിപ്പിക്കപ്പെട്ട ബാലങ്കനായ അവശനാണ്. ലോക നിയമമാണ്. കുറെ പ്രായം കഴിയുമ്പോൾ രോഗം വരാം, വാർദ്ധക്യം വരാം, അവശത സംഭവിക്കാം. ഇതൊക്കെ പ്രകൃതി നിയമമാണ്. പക്ഷെ ഈ ആൾക്കൂട്ടത്തിന്റെ ആരാധനയിൽ ഇതൊന്നും ബാധകമല്ല. മൺമറഞ്ഞു പോയ ഒരു ഹാസ്യനടൻ, പേര് പറയുന്നതിൽ തെറ്റില്ല, അടൂർ ഭാസ്. അടൂർ ഭാസ് ഈ കേരളത്തിലെ സിനിമയെ ഒരു യുഗം മുഴുവൻ ഭരിച്ചാണ്. കുറെ കഴിഞ്ഞപ്പോൾ അദ്ദേഹം രോഗിയായി. അടൂർ ഭാസിയെ ഒന്ന് അകലെ കാണുക എന്നുള്ളത് വലിയ കാര്യമാണ്. എൻ്റെ അയൽവക്കത്തെ വീട്ടിൽ അടൂർ ഭാസി വന്നിരുന്നു. ഞാൻ ഭാസിയെ വളരെ അടുത്ത ഫ്രണ്ട്സ്. ഞാൻ പറയാം, താൻ ഒരിക്കലും എൻ്റെ വീട്ടിലേക്ക് വരരുതെന്ന്. കാരണം ഭാസി എത്തിയെന്ന് കേട്ട് കഴിഞ്ഞാൽ അപ്പുറത്തുണ്ടാകുന്ന കലാപങ്ങൾ, എൻ്റെ ചെറിയ വീടാണ്, ആകെ 4 ചെടിച്ചട്ടിയുള്ളൂ, ഇതൊക്കെ ജനങ്ങൾ ചവിട്ടി പൊട്ടി. അതുകൊണ്ട് താൻ ഒരിക്കലും എൻ്റെ വീട്ടിലേക്ക് വരരുത്, അവിടെ നിന്ന് ഫോൺ ചെയ്താൽ മതി എന്ന് ഞാൻ പറയാം. അതാണ് ആൾക്കൂട്ടത്തിൻ്റെ ആരാധന. ഈ ആൾക്കൂട്ടം തന്നെയാണ് കുറച്ച് കഴിഞ്ഞ് അവശനായിട്ട് അടൂർ ഭാസി സഞ്ചരിക്കുമ്പോൾ, അല്ല മാഷെ ഇപ്പോൾ സിനിമയൊന്നുമില്ല അല്ലേ എന്ന് വളരെ പുച്ഛത്തിൽ ചോദിക്കുന്നത്. അപ്പൊ ആൾക്കൂട്ടത്തിന് ദയയില്ല, സ്നേഹമില്ല, സമുദായത്തിന് ഇത്. അതുകൊണ്ടാണ് ഒരു കാലത്ത് സമുദായത്തിൽ അധീക്ഷിതമായിരുന്ന കലകൾ പിന്നെ ഇൻഡസ്ട്രിയലൈസേഷന്റെ, വ്യവസായവൽക്കരണത്തിന്റെ ഭാഗമായി അതിന് പറ്റിയ ഉപഭോഗ വസ്തുക്കളായി മാറി. ഇത് സിനിമയിൽ സംഭവിച്ചിട്ടുണ്ട്, നാടകത്തിൽ സംഭവിച്ചിട്ടുണ്ട്, എല്ലാ കലാരൂപത്തിലും സംഭവിച്ചിട്ടുണ്ട്. ഈ ലോകം കണ്ട ഏറ്റവും വലിയ നടന്മാരിൽ ഒരാളായിരുന്നു സർ ജോൺ ബാരിമോർ. ബാരിമോർ എന്ന് പറഞ്ഞ കുടുംബം, എത്തൽ ബാരിമോർ, ജോൺ ബാരിമോർ, കുടുംബാംഗങ്ങൾ മുഴുവൻ വലിയ നടീനടന്മാരായിരുന്നു. സർ സ്ഥാനം അപൂർവം ചിലർക്ക് അഭിനയത്തിന് കിട്ടുന്ന ബഹുമതിയാണ്. രാജാവ് ബഹുമതി കൊടുക്കുന്നത്, സർ ടൈറ്റിൽ കിട്ടുന്നത് അഭിനയ രംഗത്തെ പ്രാഗൽഭ്യത്തിന് കിട്ടുന്നതാണ്. സർ ചാൾസ് ലോക്ടൺ, സർ ലോറൻസ് ഒലിവിയർ എന്നൊക്കെ. അങ്ങനെ സർ സ്ഥാനം കിട്ടിയതാണ് ഈ ജോൺ ബാരിമോർ. അദ്ദേഹത്തെ പോലെ ഇത്രയും ഉജ്ജ്വലനായ ഒരു ഷേക്സ്പിയർ നടനുണ്ടായിരുന്നു. അദ്ദേഹം അമേരിക്കയിൽ വന്നിട്ട് പിന്നെ നാടകമൊക്കെ കളിക്കാൻ തുടങ്ങിയപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ജോൺ ബാരിമോർ എന്ന് പറയുന്ന പ്രഗത്ഭനായ നടനെയല്ല പിന്നെ ആൾക്കൂട്ടത്തിന് കിട്ടാൻ തുടങ്ങി. അത് അവസ്ഥയിലായി. ആംഗ്ലങ്ങൾ അഭിനയിച്ചുകൊണ്ട് ആത്മകഥത്തിന്റെ മധ്യത്തിലൊക്കെ നിൽക്കുമ്പോൾ ഒരു പരിചയക്കാരൻ കയറി വരുമ്പോ ആത്മകഥ പാടുന്ന നിർത്തിയിട്ട്, ഇത് നമ്മുടെ മറ്റാളല്ലേ വന്നിരിക്കുന്നത്, തന്നെ കണ്ടിട്ട് കുറെ നാളായിരിക്കും, ഇരിക്കടോ എന്ന് പറഞ്ഞ ആത്മകഥം തുടരുന്നു. ജനത്തിന് വളരെ സന്തോഷം, ജനം അടച്ചു. അതിലൂടെ ഒരു വയറഞ്ചിന് കടന്നു പോകുന്നു കേൾക്കുമ്പോ ഉടൻ എന്ന് പറഞ്ഞ നാടകം ഇനിയും തുടരുന്നു. ജനത്തിന് ഇതൊക്കെ വളരെ സന്തോഷം. അതിനിടയ്ക്ക് ഒരു ന്യൂയോർക്ക് ടൈംസ് ഒരിക്കൽ എഴുതി, ഇവിടെ ഒരു സ്ഥലത്ത് 6 മാസമായ ഒരു നാടകം കളിച്ചുകൊണ്ടി, ഇത് ഷേക്സ്പിയർ നാടകമല്ല, കളിച്ചുകൊണ്ടിരിക്കുന്നു. എന്ത് ആവാസങ്ങളാണ് നടക്കുന്നത്, എന്നും ആൾക്കൂട്ടം. കുറെ പേര് താല്പര്യമുള്ള ആളുകൾ ചെന്ന് തിയേറ്ററിൽ വന്നു തൻ്റെ ജീവിതചര്യ ഒന്ന് മാറ്റി, താനൊരു 1-ാം തരം നടനായി അത് തിരിച്ചു വരണം. വീണ്ടും നമുക്ക് ഷേക്സ്പിയർ ദുരന്ത നാടകങ്ങൾ അവതരിപ്പിക്കണം എന്ന് പറഞ്ഞ് സർ ജോൺ ബാരിമോർ തന്റെ അതുവരത്തെ എല്ലാ ഈ അവരെ സംബന്ധിച്ചിടത്തോളം യൂണിയൻസ് അങ്ങനെ നമ്മുടെ കാലഘട്ടത്തിൽ വളരെ പ്രതിജ്ഞാബദ്ധതയോടുകൂടി താൻ വ്യാപരിക്കുന്ന മണ്ഡലങ്ങളിൽ സഞ്ചരിച്ച, അതിൽ പ്രവർത്തിച്ച ഒരു കലാകാരനാണ് ബാലങ്കൻ. ഇത് ബാലങ്കനെ പറ്റി ഇവിടെ സംസാരിക്കാൻ ഞാൻ ഒരു വ്യക്തിപരമായ അനുഭവം കൂടി പറയട്ടെ. അതിനോടൊരു സന്ദർഭമാണ് ഇതൊന്നും തോന്നുന്നു. ബാലങ്കൻ നായരുടെ നാടകവേദിയിലുള്ള ബാലനും ഞാനും തമ്മിൽ അത്ര വലിയ പേഴ്സണലായിട്ട് അടുപ്പമൊന്നുമില്ല, വ്യക്തിപരമായിട്ട് അടുപ്പം. ബാലങ്കൻ നായർ എന്ന് പറഞ്ഞ ഒരു നടനുണ്ട്, അറിയാം. ഇഡിപ്പസ് കഴിഞ്ഞ് ക്രയോൺ എന്ന് പറഞ്ഞ കഥാപാത്രം രംഗത്ത് ഉടമ്പടികളുടെ പശ്ചാത്തലത്തിൽ നിന്ന് ഉടമ്പടികളുടെ ശബ്ദത്തോടെ രംഗത്ത് വന്നതിന് ശേഷം ഞാൻ ഈ നടനൊക്കെ നോക്കി, ആരാണ് നമ്മുടെ ദേശഭോഷിയുടെ അടുത്തുള്ള ബാലങ്കൻ നായർ എന്ന് പറയും. പിന്നെ ബാലന്റെ നാടകങ്ങളൊക്കെ എനിക്കൊരു ആഗ്രഹമായിരുന്നു ഈ ബാലങ്കൻ നായർ സിനിമയിലൊക്കെ അഭിനയിച്ചു പറഞ്ഞു. ബാലൻ ദുരഭിമാനിയല്ല, പക്ഷെ അഭിമാനിയാണ്.
ആയിരിക്കാം ഞങ്ങൾ പരിചയം. ചില സിനിമയായിട്ടൊക്കെ ബന്ധപ്പെട്ട ആളുകൾ വരുമ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു, ഒന്നോ രണ്ടോ സന്ദർഭങ്ങളിൽ ഇതിനാണോ ഒന്നും പറയാതെ തന്നെ ബാലനെ ഞാൻ ഫോണിൽ വിളിച്ചു, ഞാൻ ഇന്ന സ്ഥലത്തിരിക്കാണ്, ബാലൻ ഒന്ന് വരും. ബാലന് പോലും അറിയില്ല എന്തിനാണ് ഞാൻ വിളിച്ചതെന്ന്. വേറെ ചില ആളുകൾക്ക് കാണിച്ചു കൊടുക്കാറുണ്ട്. കാരണം ഒരു ചാൻസിന് വേണ്ടി അങ്ങോട്ട് തെറ്റി നടക്കുന്ന ഒരു സ്വഭാവം ഒരു കാലത്തും ഉണ്ടായിരുന്നില്ല ബാലൻ. അങ്ങനെയുള്ള സന്ദർഭങ്ങളില്ല. പി എൻ മേനോന്റെ മുറിയിലേക്ക് ഞാൻ ബാലകൻ നായരെ വിളിച്ചു വെച്ചത് അതിന് വേണ്ടിയിട്ട്. ബാലകൻ നായർ പോലും അറിയില്ല. പക്ഷെ അന്നത്തെ സംഭവം നടന്നേ. പക്ഷെ പി എൻ മേനോൻ വളരെ താല്പര്യത്തോടുകൂടി പറഞ്ഞു, നമുക്ക് ഈ കക്ഷിയെ ഒന്ന് ശരിക്കും നല്ലൊരു റോളിൽ കാസ്റ്റ് ചെയ്യേണ്ടതാണ്. അത് പിന്നീടധികം ഒരു സന്ദർഭം ഉണ്ടാക്കുകയും. ഞാനത് പറയാൻ കാരണം അതിനുവേണ്ടി ഒരിക്കലും അദ്ദേഹം ഓടി നടന്നു. അദ്ദേഹം ഒരു കർത്തവ്യം എന്നുള്ള നിലയ്ക്ക്, തൻ്റെ കർമ്മം എന്നുള്ള നിലയ്ക്ക് കുറെ കാര്യങ്ങൾ അത് നമ്മളുടെ ചലച്ചിത്ര ലോകത്തിന്, നാടക ലോകത്തിന് ഏറ്റവും വലിയ അനുഗ്രഹങ്ങളുമാണ്. ആ ബാലകൻ നായരെ ഇന്ന് ബാലനെയൊക്കെ വളരെ ഇഷ്ടപ്പെട്ടിരുന്ന നടനാണ്, എഴുത്തുകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ. അദ്ദേഹത്തിന്റെ പേരിലുള്ള ഒരു പുരസ്കാരം കൊടുത്തു. മറ്റൊരു സന്ദർഭം കൂടിയില്ല, ഞാൻ എഴുതിയതാണ്. കൊച്ചുമോൻ പെട്ടെന്ന് ഓർമ്മ വരും. ഡോക്ടർ രമേഷ്, കൊച്ചുമോൻ എന്ന് പറയുന്ന ഡോക്ടർ രമേഷ്, അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ ഒരു സന്യാസിയായിരുന്നു. സന്യാസിയായിരുന്നു അദ്ദേഹം. ഇപ്പോഴുണ്ട്, സന്യാസം പഠിക്കുന്നു. എന്നിട്ടത് അദ്ദേഹം ഒരു ആത്മകഥ എഴുതി, അർദ്ധവിരാമം എന്നത്. ഞാനാണ് മാതൃജ്ഞാഴ്ചപ്പുറത്തിലെ പ്രസിദ്ധീകരിച്ചത്. ഈ സന്യാസിയായിട്ടുള്ള കാലത്ത് ഈ ചെറുപ്പക്കാരനായുള്ള സന്യാസി എന്നെക്കാളെ കുറച്ച് മുതിർന്ന ആളാണ്. കാഷായ വസ്ത്രമൊക്കെ ആയിട്ട് വന്ന് അദ്ദേഹം കുറെ നാളായിട്ട് നാടുവിട്ട് പോയിരിക്കുന്നു. അപ്പോൾ കേരളത്തിലെ സാഹിത്യത്തിൽ, കലയിലൊക്കെ സംഭവിച്ചതിനെ പറ്റി അറിയണം, പുസ്തകങ്ങൾ വാങ്ങണം എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. ഞങ്ങൾ വൈകുന്നേരം പലർന്നും സംസാരിച്ചുകൊണ്ടെങ്കിലും ഞാനും കൂടിയിട്ട് നടന്ന് കോഴിക്കോട് ഇന്ത്യ ഓഫീസിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ യാദൃച്ഛികമായി ബാലന്റെ നേരവിടെ കയറി. കാരണം ഇദ്ദേഹത്തിന്റെ ഒരു സഹോദരൻ, അതായത് ഡോക്ടർ രമേഷിന്റെയും ഈ സന്യാസിയുടെയും ഇടയിലുള്ള സഹോദരൻ ഞങ്ങളിലേക്ക് ഒരു പ്രിയപ്പെട്ട സുഹൃത്തായിരുന്നു ഡോക്ടർ ഗോപി. അദ്ദേഹം ഇന്നില്ല. അത് ഈ നേരത്തെ പറഞ്ഞ രവീന്ദ്രൻ സംഘത്തിലൊക്കെ സ്ഥിരം സംഗീതത്തിലും സാഹിത്യത്തിലും വളരെയധികം താല്പര്യമുണ്ടായിരുന്ന, ധാരാളം വായിച്ചിരുന്ന ആളായിരുന്നു ഡോക്ടർ ഗോപി. അപ്പോ ബാലനോട് ഞാൻ പറഞ്ഞു, ഡോക്ടർ ഗോപിയുടെ സഹോദരനാണ് ഞാൻ. സന്യാസിക്ക് ഇദ്ദേഹത്തെ പരിചയപ്പെടുത്തി കൊടുത്തു. നടനാണ്, നല്ല നടനാണ്. സന്യാസി വളർന്നതിനും നോക്കിയിട്ട് പറഞ്ഞു, നല്ല നടന്മാരാരും മീശ വയ്ക്കാറുള്ളത്. മീശയുടെ ആവശ്യമില്ല. കാരണം ആ സ്ഥലം കൂടിയിട്ട് നമ്മൾ അഭിനയത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കല്ലേ വേണ്ടത്. റൊണാൾഡ് കോൾമാനെ പോലെ ചിലരുണ്ട് മീശയുടെ പേരിൽ. പക്ഷെ വലിയ നടന്മാർക്ക് ആർക്കും മീശയുടെ ആവശ്യമില്ല. ഇവർ തമ്മിൽ അതിനെപ്പറ്റി വളരെ വലിയ, ഞാൻ അന്തം വിട്ടു പോയത്. എനിക്ക് സന്യാസം എന്ന് പറഞ്ഞാൽ അത്ര വലിയൊരു ആത്മൈക്യം എന്നുള്ളൊരു സംഭവമൊന്നുമല്ല. അപ്പൊ ആ ഒരു ചെറിയ പരിമിതിയോട് കൂടിയിട്ടാണ്. പക്ഷെ ഡോക്ടർ ഗോപിയുടെ സഹോദരൻ എന്നൊക്കെയുള്ള നിലയ്ക്കാണ്. പക്ഷെ ഈ സന്യാസി ഇടയ്ക്ക് കാർമിനാർ സിഗരറ്റും വലിക്കുന്നുണ്ട്. അതിനിടയിൽ ഒരു നടനെ പരിചയപ്പെടുത്തി കഴിഞ്ഞപ്പോ ഇന്ന നടന്മാരുടെ കഥം നോക്കുക, അവരാരും വീശ വെച്ചിട്ടില്ല. കാരണം മുഖത്ത് അത്രയും സ്ഥലം കൂടിയിട്ട് എക്സ്പ്രഷൻ ഭാവപ്രകടനത്തിന് ഉപയോഗിക്കണം എന്നൊക്കെ വെച്ചിട്ട് പറഞ്ഞൊരു സംഭവം കൂടി ഇപ്പോൾ എനിക്ക് തുറന്നു വരിക. ഞാൻ അങ്ങനെ ശാഖാചക്രമണം ചെയ്ത എൻ്റെ അനുഭവ കഥകൾ അനേകം പുറത്തിറക്കേണ്ടി വരും. അതിനുള്ള ഒരു സമയമാണ്. ഒരിക്കൽ കൂടി ഇന്ന് ഒരു മനോഹരമായ ഒത്തുചേരൽ. ഈ ഒത്തുചേരൽ എന്തോ വളരെ ശാന്തിയും വളരെ ആത്മസംതൃപ്തിയും തോന്നുന്ന ഈ കൂത്തമ്പലത്തിൽ വെച്ച്, കൂത്തമ്പലങ്ങൾ നമ്മളുടെ അഭിനയത്തിന്റെ ചക്രവർത്തിമാരായിരുന്ന ചാക്യാന്മാരുടെ വേദികളായി, ആ അഭിനയത്തിന്റെ, നമ്മളുടെ ഇന്ത്യൻ അഭിനയ പാരമ്പര്യത്തിന്റെ പിന്മുറക്കാരാണ് നമ്മളുടെ നാടകരംഗത്തെ ആയാലും കലാരംഗത്തെ ആയാലും നടന്മാരും ഒക്കെ. അനുമോദന പ്രസംഗം, ബാലനുള്ള അനുമോദന പ്രസംഗം നമ്മളുടെ പ്രിയ സുഹൃത്ത് കരമന അവിടെ ചെയ്യുന്നു. ഞാനിതൊരു അനുമോദന പ്രസംഗമാണ്. എൻ്റെതായ ചില എൻ്റെ മനസ്സിൻ്റെ സന്തോഷം ഈ വേദിയിൽ വെച്ച് ബാലൻ കെ നായരെ നമ്മൾ ഓർമ്മിക്കുന്നു.
നമ്മൾ അദ്ദേഹത്തെ ആദരപൂർവ്വം ഓർമ്മിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്ന ഈ നിമിഷം നമ്മളുടെ കലാചരിത്രത്തിലെ ഒരു ഏറ്റവും ധന്യമായ നിമിഷമാണ് എന്ന് ഓർത്തുകൊണ്ട് ആശ്വസിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയാം.